നോർമൽ സമൂസയിൽ നിന്നേ ഇന്നൊന്ന് മാറ്റി പിടിച്ചാലോ, ഇന്നൊരു പഞ്ചാബി സമൂസ ആക്കാം. നോമ്പിന് ഞാൻ ഉണ്ടാക്കിയ സമൂസ സീരീസിൽ കാറ്റഗറി നമ്പർ 3. എന്നാ പിന്നെ നോക്കിക്കണ്ട, നോമ്പ് ഇറക്കുമ്പോഴേക്കേ വേഗം റെഡിയാക്കിക്കോ. ബോളിലേക്ക് 1.5 കപ്പ് മൈദ, ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ അജ്വൈൻ വേണം, കുറച്ച് ഓയിൽ വേണം. ഓയിൽ കുറച്ച് അധികം ചേർക്കേണ്ടി വരും. നമ്മളിങ്ങനെ മിക്സ് ആക്കി എടുക്കുന്ന സമയത്തുണ്ടല്ലോ, കയ്യിലിങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ ഇങ്ങനെ കട്ടയായിട്ട് നിൽക്കണം. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഓയിലൊക്കെ ചേർത്തിട്ട് സെറ്റാക്കി എടുത്തോളൂ. ഇനിയിപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം ചേർക്കുക, കുഴച്ചെടുക്കുക. പിന്നെ ഇതിന് മെയിൻ കാര്യം എന്തെന്ന് വെച്ചാലേ, ഇത് നല്ല ലൂസിലൊന്നും കുഴച്ചെടുക്കരുത് കേട്ടോ. നല്ല ടൈറ്റായിട്ട് വേണം കുഴച്ചെടുക്കാൻ. എങ്കിൽ മാത്രമേ നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു റിസൾട്ട് കിട്ടുള്ളൂ. ഇനി ഒരു പാനിലേക്ക് കുറച്ച് മല്ലി, 2 വിധം ജീരകം, കസൂരി മേത്തി, പിന്നെ കുരുമുളക് ഇതെല്ലാം ഇട്ടെടുത്തിട്ട് ഒന്ന് റോസ്റ്റ് ആക്കിയിട്ട് എടുത്തോളൂ. പിന്നെ നല്ലോണം കുത്തി പൊടിച്ചെടുക്കരുത്, ഒന്ന് ചെറിയ രീതിയിൽ ക്രഷ് ആയിട്ട് ഇരുന്നോട്ടെ. ദെൻ കുറച്ച് പൊട്ടാറ്റോസ് പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. അതിന്റെ തൊലിയെല്ലാം ഒന്ന് റിമൂവ് ചെയ്യുക, ഒടിച്ചെടുക്കുക. ചൂടുണ്ട് ഗൈസ്, ചൂട്. ഈ പരിപാടിയൊക്കെ ചൂടാറിന് ശേഷം ചെയ്താൽ മതി കേട്ടാ. ഇനിയില്ലേ, ചില്ലി എടുക്കുക, കുനുകുന അരിയാ. മല്ലിച്ചപ്പ് എടുക്കുക, കുനുകുന അരിയാ. പിന്നെ കുറച്ച് ഇഞ്ചി എടുക്കുക, കുനുകുന അരിയാ. ഇഞ്ചി മല്ലിച്ചപ്പൊക്കെ എത്ര പെട്ടെന്നാണ് അരിഞ്ഞു കഴിഞ്ഞത്. എഡിറ്റിങ്ങിന്റെ ഒരു പവറേ. ഇനി പാനിലേക്ക് കുറച്ച് ഓയിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് ക്രഷ് ആക്കി വെച്ചിട്ടുള്ള പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തോളൂ. ഇനി ഇതൊക്കെ കണ്ട് ഇട്ട് കൊടുക്കുക, നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. സോറി ഗൈസ്, ഞാൻ ഇതിലൊരു സംഭവം പറയാൻ വിട്ടുപോയി, പുതിനയും കൂടെ വേണം കേട്ടോ. നെക്സ്റ്റ് കുറച്ച് ഗ്രീൻ പീസ് ഇട്ട് കൊടുത്തോളൂ. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, വേവിച്ചെടുത്തിട്ടുള്ള കിഴങ്ങ്, ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ കുറച്ച് നെയ്യും, അവസാനമായിട്ട് കുറച്ച് പൊടിയായി എരിഞ്ഞിട്ടുള്ള സവാളയും കൂടെ ചേർത്തിട്ട് മിക്സ് ആക്കിയിട്ട് അങ്ങോട്ട് എടുത്തു. നല്ല ഒരു സ്മെല്ല് വരാനുണ്ട് ഗൈസ്. ഇനി മാവ് എടുത്തിട്ട് ഇങ്ങനെ പരത്തി എടുത്തിട്ട് ഒരു ഓവൽ ഷേപ്പിലാക്കി എടുക്കുക. എന്നിട്ട് അതിന്റെ സെന്റർ ഭാഗം ഒന്ന് കട്ട് ചെയ്യുക, അതിലൊരു പീസ് എടുക്കുക. ഇനി കുറച്ച് വെള്ളം ചേർത്തിട്ട് ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചെടുത്തോളൂ. എന്നിട്ട് ഫില്ല് ചെയ്യുക. ഒട്ടിപ്പോവാത്ത വിധത്തിൽ ഫില്ല് ചെയ്തിട്ട് ഒട്ടിച്ചെടുത്തോളൂ കേട്ടോ. ശരിക്കും ഒട്ടിയില്ലെങ്കിലേ എണ്ണയിലേക്ക് ഇടുമ്പോൾ ഇതിന്റെ സ്വഭാവം അങ്ങ് മാറിപ്പോവും. കുക്കിംഗ് പെർഫെക്ഷൻ ടേക്സ് ടൈം, ബട്ട് ടേസ്റ്റ് ഈസ് വർത്ത് ഇറ്റ്. അങ്ങനെയാണല്ലോ. അപ്പോൾ ട്രൈ ചെയ്തൊക്കെ മറക്കണ്ട. വേറൊരു വീഡിയോയിൽ സീ യു സൂൺ.